ധനബിൽ പാസാക്കാത്തതിനെ തുടർന്ന് അമേരിക്കയിൽ അടച്ചുപൂട്ടൽ എന്ന വാർത്തയാണ് വരുന്നത്. സർക്കാർ സേവനങ്ങൾ സ്തംഭനാവസ്ഥയിലാകും. അവശ്യ സർവീസുകൾ മാത്രമായിരിക്കും പ്രവർത്തിക്കുക. രാജ്യം അടച്ചുപൂട്ടലിലേക്ക് നീങ്ങുകയാണെന്ന് ട്രംപ് അറിയിച്ചു. 5 ലക്ഷത്തോളം ജീവനക്കാർ ശമ്പളമില്ലാത്ത താൽക്കാലിക അവധിയിലേക്ക് പ്രവേശിക്കും. ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടുമെന്നാണ് ട്രംപിന്റെ ഭീഷണി. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് സായ്കുമാർ ചേരുന്നു. ഗുഡ് മോർണിംഗ് സായ്കുമാർ. ധനബിൽ പാസാക്കാത്ത സാഹചര്യത്തിൽ സർക്കാർ സേവനങ്ങളെ എങ്ങനെയായിരിക്കും ബാധിക്കാൻ പോകുന്നത്? ട്രംപിന്റെ നടപടികൾ, അതോടൊപ്പം തന്നെ ട്രംപ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ, ഒരു ടോട്ടൽ ഷട്ട് ഡൗൺ എന്നുള്ള സന്ദേശങ്ങളൊക്കെ ഇങ്ങനെ പലരിൽ നിന്നും വരുന്നുണ്ട്. എത്ര പേരെ ഇത് നേരിട്ട് ബാധിക്കും സായി? ഗുഡ് മോർണിംഗ് സുജയ. തീർച്ചയായും അമേരിക്കയെ പൂർണ്ണമായും ബാധിക്കുന്ന രീതിയിലേക്ക് അടച്ചുപൂട്ടൽ പോകും എന്നുള്ള ഒരു വിലയിരുത്തലാണ് വരുന്നത്. ഇന്ന് ഒക്ടോബർ 1 അമേരിക്കയിൽ സാമ്പത്തിക വർഷം തുടങ്ങുന്നത്. അവിടെ സർക്കാരിൻ്റെ ചിലവുകൾക്കുള്ള ഫണ്ട് അത് സെനറ്റ് പാസ്സാക്കി പ്രസിഡന്റ് ഒപ്പിടുന്നതോടുകൂടിയാണ് പാസ്സാവുക. പക്ഷേ അവിടെ ഡെമോക്രാറ്റുകളും റിപ്പബ്ലിക്കൻസും തമ്മിലുള്ള ഒരു തർക്കമാണ് യഥാർത്ഥത്തിൽ ഈ ധനവിനിയോഗ ബില്ലിൻ്റെ കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയും അലസിപ്പിരിയാൻ കാരണം. ആരോഗ്യ സർവീസുമായി ബന്ധപ്പെട്ട ഒരു തർക്കം, ആ ഒരു ബില്ലിൽ കൂടുതൽ ഇളവുകൾ വേണം എന്ന ഡെമോക്രാറ്റുകളുടെ ആവശ്യമാണ് ട്രംപ് തള്ളിയത്. അങ്ങനെ അവസാന നിമിഷം കൂട്ടിച്ചേർക്കലുകൾ നടത്താൻ കഴിയില്ല എന്നുള്ള ഒരു കാര്യമാണ് ട്രംപ് മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് തന്നെ ആ ചർച്ച അലസിപ്പിരിക്കുകയാണുണ്ടായത്. ഇനിയിപ്പോൾ ഒരു ചർച്ച കൂടി ഇതിൻ്റെ ഭാഗമായി നടക്കും. അതുകൂടി അലസിപ്പിരിക്കുകയാണെങ്കിൽ പൂർണ്ണമായൊരു ഷട്ട് ഡൗണിലേക്ക് രാജ്യം പോകും. ഇപ്പോൾ തന്നെ ഏകദേശം ആ രീതിയിലേക്ക് പോകുന്നു എന്നുള്ളൊരു മുന്നറിയിപ്പ് തന്നെയാണ് ട്രംപ് നൽകിയിട്ടുള്ളത്. അവശ്യ സർവീസുകളെ മാത്രമായിരിക്കും ഇനി അവിടെ ഉണ്ടാവുക. സർക്കാരിൻ്റെ ഏകദേശം 5 ലക്ഷത്തോളം ജീവനക്കാർ ശമ്പളമില്ലാത്ത അവധിയിലേക്ക് പോകും. അവരെയൊക്കെ പിരിച്ചുവിടും എന്നുള്ളതാണ് ട്രംപ് പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇതൊരു അവസരമായി കാണും എന്ന ഒരു മുന്നറിയിപ്പ് കൂടി ഇപ്പോൾ ജീവനക്കാർക്കടക്കം ട്രംപ് നൽകുകയും ചെയ്യുന്നുണ്ട്. ആരോഗ്യ ഇൻഷുറൻസ് ക്ലെയിം അടക്കം വൈകുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ അടക്കം ഇത് വലിയ രീതിയിൽ ബാധിക്കാൻ പോവുകയാണ്. ഓഹരി വിപണിയിൽ ഇടിവുണ്ടാകും. അങ്ങനെ അമേരിക്കയുടെ സാമ്പത്തിക സ്ഥിതിയെ തന്നെ വലിയ രീതിയിൽ ബാധിക്കാൻ പോകും എന്നുള്ളതാണ്. എന്തായാലും ഇനിയുള്ള ഒരു ചർച്ചയിലാണ് ഇപ്പോൾ അവിടെയുള്ള ആളുകൾക്ക് ഒരു പ്രതീക്ഷയുള്ളത്. സുജയ, ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കപ്പെടട്ടെ. സ്തംഭനത്തിലേക്ക് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ലക്ഷത്തോളം പേരെ ബാധിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ മലയാളികളടക്കം ഉൾപ്പെടില്ലേ? കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് തൊഴിൽ തേടി അവിടെ കഴിയുന്ന ധാരാളം ആളുകളുണ്ട്, അവിടെ ചെന്ന് പൗരത്വം എടുത്ത ആളുകളുണ്ട്. അപ്പോൾ ഒരു പരിഹാരമാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.